ഇപ്പോഴത്തെ ഈ ന്യൂജൻ വേർഡുകൾ നമുക്ക് ഒരു പിടിയും കിട്ടും. നമ്മളത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാകും. കാര്യം നമ്മളിപ്പോൾ ഇന്നലെ ഒക്കെ പൂക്കി സതീശൻ, ഈ പൂക്കി എന്ന് പറയുന്നത് കേൾക്കാം. ഇവർ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ്. നമ്മളും ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ പൂക്കി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ഏറ്റവും പുതിയ ഇവരെ ഈ പദപ്രയോഗങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് മുന്നോട്ട് കുറച്ച് ബുദ്ധിമുട്ട്. അത് പണ്ട് ഈ മനോരമയുടെ ഒരു ചാനലിനകത്ത് മറിമായം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഈ മറിമായത്തിൽ ഇതൊരു എപ്പിസോഡായിരുന്നു. ഈ വാക്കുകളെല്ലാം ചേർത്ത് ഒരു പെണ്ണും ഒരു യുവാവും കൂടെ ഉള്ള പ്രണയം ഈ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇവർ പറയുന്ന കുറേ ടെക്നിക്കൽ വേർഡ്സ് ഉണ്ട്. ഇതുപോലത്തെ എന്താണെന്നറിയാം, പൂക്കി, വേറെ ഏതാണ്ട് കുറേ പേര്, അതൊക്കെ നമ്മൾ പിന്നെ ഈ വേറെ എന്തൊക്കെയോ ഞാനത് ഓർക്കുന്നില്ല. പക്ഷേ അത് ഭയങ്കര രസകരമാണ്. അപ്പം പോലീസുകാരനോട് SI പറയാണ്, ഒരു പേപ്പർ എടുക്കണോ, ഓരോന്നിൻ്റെ അർത്ഥം എഴുതിക്കോളാൻ പറഞ്ഞു. ഇവർ സംസാരിക്കുന്ന മുഴുവൻ ഈ വേർഡിലാണ് ഇതിനകത്ത് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാലാണ് പൂക്കി സതീശൻ. അതിനൊരു കാരണമുണ്ട്. അതായത് പ്രിയ വാര്യർ എന്ന് പറയുന്ന നടി, ഒരു അഡാർ ലവ് എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ട് സീൻ ഹിറ്റായി ആ നടി ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് അഭിനയിച്ച ഒരൊറ്റ കണ്ണിറുക്കൊണ്ടാണ്. ആ കണ്ണിറുക്കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. മാണിക്യമലരായ പൂവി എന്നുള്ള ആ പാട്ടിനിടയ്ക്ക് അവസാനം എന്ത് സംഭവിച്ചു? ഷൂട്ട് ചെയ്ത സിനിമ മുഴുവൻ റീഷൂട്ട് ചെയ്ത് ഇവളെ നായികയാക്കിക്കൊണ്ടു ആ സിനിമയിൽ. അതിനകത്തൊരു സഹനടിയായിട്ട് മാത്രം വന്ന പെൺകുട്ടിയാണ്. പക്ഷെ ഇവളിങ്ങനെ കണ്ണിറുക്കി കാണിക്കുന്ന ആ കണ്ണിറുക്കും ഈ ഇറങ്ങിയ പാട്ട് ഹിറ്റായതോടെ ഹിന്ദി ഇപ്പൊ ബോംബെ മോഡലാണ് ഈ പെൺകുട്ടി. അപ്പം ആ കണ്ണിറുക്കിയുള്ള ആ പരിപാടി, ആ കണ്ണിറുക്കുന്ന ആ ഒരു പരിപാടിക്കകത്ത് അതുപോലെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഉള്ള വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ വളരെ രസകരമായിട്ട് ഈ നാക്കും കണ്ണും ഒക്കെ വെച്ചൊരു ആക്ഷൻ കാണിച്ചു. പ്രത്യേക ആക്ഷൻ അല്ല, പിണറായിയുടെ അല്ല, ഇത് വളരെ രസകരമായ ആക്ഷൻ. അപ്പൊ ഈ ഒരു ആക്ഷൻ വൈറലായി. അതെന്താണെന്ന് ചോദിച്ചാൽ അവിടെ വന്നിരുന്ന ഏതോ ചെറുപ്പക്കാരൻ ചോദിച്ചു, ഈ വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ നിയമമാറ്റം വരുത്തുമെന്ന് പറഞ്ഞല്ലോ, അതെന്തായെന്ന് ചോദിക്കുമ്പോഴാണ് പുള്ളി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ എന്തോ റീൽസ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ മുഖഭാവത്തിനാണ്. അത് പിന്നെ അപ്പം ഈ അദ്ദേഹം തന്നെ പറഞ്ഞത് എൻ്റെ മകളെ പ്രായമുള്ള ഒരാളായിരിക്കാൻ വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ആ ഒരു സ്നേഹത്തിൽ വാത്സല്യത്തിൽ പറഞ്ഞതാണ്. എങ്കിൽ പോലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, കേരളത്തിന് ഒരു ചിരിക്കുന്ന മുഖ്യമന്ത്രി നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അതാണ് അത് സോഷ്യൽ മീഡിയ ട്രെൻഡായി ഈ സംഭവം ആണല്ലോ. അപ്പോൾ ഓരോരുത്തരും ഇതിന്റെ കൂടി ഇത് ചെയ്യാൻ തുടങ്ങി. ഇത് എന്തോ കൊളാബ് ചെയ്യുന്നു അങ്ങനെ കണ്ടു പറയും. അങ്ങനെ ഇതിനകത്ത് കയറി ഇവർ റീൽസ് എടുക്കാം. ഇപ്പം ഞാൻ ഇന്ന് കുറേ കണ്ടു. ഒരു ലേഡി ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ പുള്ളി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നു. അത് കഴിഞ്ഞ് വേറൊരാൾ ഒരു പുള്ളുമായിട്ട് വന്ന് നിൽക്കുകയാണ്. പുള്ളുമായിട്ട് വന്നിട്ട് ഒരു ചെറുതടിക്കുന്നത്. എന്നിട്ട് അപ്പോൾ ഇതിനെല്ലാം ഈ ആക്ഷൻ ചെല്ലുകയാണ്, പൂക്കി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി? ഇതിനെക്കുറിച്ച് ഇന്നലെ ചില ചാനലുകൾ സ്പെഷ്യൽ സ്റ്റോറി ചെയ്തു. അല്ല, മാത്രമല്ല എൻ്റെ ഒരു വിദേശത്തുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം നമ്മളെ സീനിയറാണ്. അദ്ദേഹം പറയുകയായിരുന്നു, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം വിദേശത്താണ്, ഇപ്പം നിരന്തരം കാണുന്നുണ്ട്, ചില വാക്കുകൾ എന്താണെന്ന് പുള്ളി എന്നെ വിളിച്ചു ചോദിക്കും. കാര്യം പുള്ളിക്ക് പിടിയിടുന്നില്ല എന്താണെന്നുള്ള. ഈ പൂക്കി വെച്ചെങ്കിൽ എനിക്ക് അറിഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിവാദമായ, അല്ലെങ്കിൽ ഇതൊരു വാർത്ത പ്രിയപ്പെട്ടവൾ എന്നുള്ള പ്രിയപ്പെട്ടവൾ അല്ലെ പ്രിയപ്പെട്ടവൻ അല്ലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നുള്ളതല്ല. ഇന്ന് മനോരമ 1-ാം പേജിൽ അവർ ഈയിടെയായിട്ട് കുറേ സംഭവങ്ങൾ കൊണ്ടുണ്ട്. സതീശൻ്റെ ഈ പൂക്കി മുഖം കൊടുത്തിട്ട്, ഇങ്ങനെ നിൽക്കുന്ന മുഖം കൊടുത്തിട്ട് ഇതിന് ഇതിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഈ ചിരിക്ക് ഒരു ഭാവത്തിൻ്റെ ഒരു പേര് കൊടുക്കാൻ പറഞ്ഞ് അവരൊരു ഇതിട്ടിട്ടുണ്ട്. ഈ നമുക്ക് ഓർമ്മയുണ്ട്, കേക്കർനാറിൻ്റെ കണ്ണിറക്കിയുള്ള ഒരു ചിരിയാണ്. അതുണ്ടായിരുന്നു. അത് വളരെ പ്രസിദ്ധമാണ്. ഈ ലീഡർ കണ്ണൊക്കെ ചിരിച്ചു എന്ന് പറഞ്ഞാൽ അതിന് യെസ് എന്ന് നോ എന്ന് അർത്ഥമുണ്ടെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതിനകത്തൊരു കള്ളച്ചിരിയുണ്ട്. അപ്പൊ പുള്ളി പിന്നെ കരുണാകരനും കള്ളകൃഷ്ണനും എന്നാ പറയുന്നത്. രണ്ടുപേരും ഈ കള്ളത്തരമുള്ള ആൾക്കാർ. 82-ലെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരാൾ 91-ലെ മന്ത്രിസഭയിൽ അംഗം ആയില്ല. അദ്ദേഹം ദുഃഖിതനാണ്. അദ്ദേഹം പ്രസ് ക്ലബ്ബിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്താണ് ചെന്നപ്പോൾ അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ വന്നപ്പോൾ അവിടെ മുതിർന്ന പത്രക്കാരെല്ലാം അറിയാം അദ്ദേഹം. അപ്പോൾ അവരൊരാൾ ചോദിച്ച്, എന്താ പറ്റി മന്ത്രിയാവുന്ന ആളെ പൊതുവെ കരുതിയിരുന്നത്, ലീഡറൊന്നും പറഞ്ഞില്ലേ? അപ്പോൾ പുള്ളിയുടെ മറുപടിയാണ്, ഞാൻ ലീഡറോട് ചോദിച്ചു, ലീഡർ പതിപോലെ കണ്ണറൊക്കെ കാണിച്ചിട്ട് ചിരിച്ചു. അപ്പോൾ ഞാൻ കരുതി എന്നെ മന്ത്രി ആക്കുമെന്നാണ്. പിന്നെയാണ് അറിഞ്ഞത് ലീഡറൊക്കെ രണ്ടർത്ഥത്തിന് ലീഡർ കണ്ണറൊക്കെ ചിരിച്ച് കാണിക്കുമെന്ന്. അത് പുള്ളി ഏഷ്യാനെറ്റുകാരോടല്ലയോ പറഞ്ഞത്, ഇത്രയും നാള് രാഷ്ട്രീയ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു. അപ്പോൾ പുള്ളി നിന്ന നിപ്പിൽ വയ്യായെങ്കിൽ പോലും പുള്ളി തിരിഞ്ഞു നോക്കി മതിയോ എന്ന് ചോദിക്കുന്ന ആ ഒരു സംഭവം നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ എടുത്ത് നോക്കുമ്പോൾ കേക്കനാർ അതിന് ചിരി പ്രസിദ്ധമാണ്. കേക്കനാർ വളരെ രസകരമായ അദ്ദേഹത്തിന്റെ ചിരിയാണ് മൊത്തത്തിൽ. അത് മൊത്തം പുള്ളി ചിരിയാണ്. ഈ മൊത്തത്തിൽ ഈ കലിപ്പ് ഭാവമുള്ള ആൾക്കാരെന്ന് പറഞ്ഞത് പിണറായി വിജയനും G. സുധാകരനും പോലെയാണ്. G. സുധാകരനോടും പിണറായി വിജയനോടും ഒക്കെ പത്രക്കാർ എന്തെങ്കിലും ചോദിക്കാൻ മടിക്കും. കാരണം G. സുധാകരൻ തമാശ പറയുന്നത് ചൂടായിട്ടാണ്.
എന്നിട്ട് അവസാനം പുള്ളി ഒന്ന് ചിരിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്ന ഈ പുള്ളി ഈ പറഞ്ഞത് തമാശാണ്. ഈ ചിരിക്കുക എന്ന് പറഞ്ഞത് വലിയൊരു സിദ്ധിയാണ്. ഇപ്പം കേരളത്തിന് ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ കിട്ടി എന്നുള്ളത് മാത്രമല്ല, സോഷ്യൽ മീഡിയ സൗഹൃദ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം തന്നെ. സോഷ്യൽ മീഡിയ റീലുകളുമായിട്ട് ഇപ്പം രംഗത്ത് തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പം അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു PR ടീമുണ്ട്. ഈ രസകര കാര്യം, പണ്ട് 67 മന്ത്രിസഭ 69 താഴെ വേണ്ടി മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ വേണ്ടി ഇവർ 4 വഴിക്ക് ഓടി. അവസാനം അച്യുതമേനോൻ തയ്യാറായി. അച്യുതമേനോൻ എയർപോർട്ടിൽ എത്തി. അദ്ദേഹത്തെ സ്വീകരിക്കാൻ എല്ലാവരും കൂടെ സ്വീകരിച്ച്. അച്യുതമേനോൻ അറിയില്ല, അദ്ദേഹം സുന്ദരനായ മനുഷ്യനാണ്, പക്ഷേ അത് ചിരിക്കില്ല. ചിരി വളരെ അപൂർവമാണ്. അപ്പം ഈ എല്ലാവരും കൂടെ തിരുവനന്തപുരത്ത് മുതിർന്ന പത്രക്കാരെ കാണുമ്പോൾ K. ബാലകൃഷ്ണൻ, കൗമുദി ബാലകൃഷ്ണൻ ഉറക്കെ പറഞ്ഞു വന്നു, കേരളത്തിന് സുന്ദരനായ മുഖ്യമന്ത്രിയെ കിട്ടിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞു. അപ്പൊ അച്യുതമേനോൻ അറിയാതെ ചിരിച്ചു എന്നാണ്, ചെറുതായിട്ടൊന്ന് ചിരിച്ചു എന്നാണ് അദ്ദേഹം. അങ്ങനെ ചിരിക്കുന്ന ഒരാളല്ലെങ്കിൽ പോലും. അപ്പോൾ ആ ചിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ്. VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടെ പ്ലസൻ്റായ വളരെ വൈബ്രൻ്റ് ആയ അദ്ദേഹത്തിൻ്റെ ആക്ഷനെ കണ്ടില്ല, നടക്കുന്നത് എല്ലാം വളരെ സ്പീഡുള്ള ഒരാളാണ്. നമ്മൾ K. കരുണാകരൻ്റെ ചില കാര്യങ്ങൾ, K. കരുണാകരൻ നല്ല സ്പീഡ്, അതിന് ആക്ഷൻ വരുന്നവർ അദ്ദേഹം സ്പീഡിൽ നടക്കുകയും ആ വേഗതയും അതൊക്കെ ചടുലതയൊക്കെ നമുക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മൾ അതുപോലെ സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പറഞ്ഞ ഈ യൂത്തിനെ കയ്യിലെടുത്തെന്ന് തോന്നുന്നു. അതായത് പിണറായി വിജയൻ കോടികൾ മുടക്കി PR ടീമിനെ ഇറക്കി പണി നടത്തി. ഈ PR ടീം ഇതുപോലെ പെരുമാറാൻ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ പിണറായി വിജയൻ വീണ്ടും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതങ്ങനെ ശരിയാവും. കിണറ് പോലെ അച്ഛനെ ഇപ്പൊ ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പം അദ്ദേഹം വരുന്നു, പത്രസമ്മേളനത്തിൽ വരുന്നു, എല്ലാവരുടെയും മുമ്പേ വായിക്കുമ്പോൾ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ പ്രസ് റിലീസിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ടെന്ന്, ചിരിക്കെന്ന് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഭാഗത്ത് വരും പുള്ളി ഒന്ന് ചിരിക്കും എന്ന്. അതും വെളിയിലോട്ട് കേൾക്കത്തില്ല. ശ്രീനിവാസൻ പിന്നെ ഇന്നസെന്റ് വടക്ക് നോക്കി യന്ത്രത്തിൽ പറഞ്ഞു, നീ നന്നായിട്ട് ചിരിച്ചു. അപ്പൊ അല്ല, ചിരിക്കുന്ന സൗണ്ട് ഇതിൽ വരത്തില്ല എന്ന് പറയത്തില്ല, മാമുക്കോയ ഒന്ന് ചിരിച്ചേ, അപ്പം പുള്ളി എന്ന് പറഞ്ഞ് ചിരിക്കും. അപ്പൊ ഇത് എന്താ സംഭവിച്ചേ? ഈ PR ടീം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇതെന്തായാലും ഈ പിണറായി വിജയന്റെ ആ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ആ ഒരു അപ്പിയറൻസിൽ എന്താണ് ഒരു കുറവ് എന്നുള്ളത് ആരും കണ്ടെത്തേണ്ടത്. കണ്ടെത്തിയിട്ട് ഇയാള് ചിരിക്കാത്ത മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം സൗഹൃദപരം അവസാനത്തെ 2 വർഷത്തിൽ സൗഹൃദപരമായിട്ട് പെരുമാറിയാൽ മതിയായിരുന്നു. അദ്ദേഹം സെക്രട്ടേറിയറ്റ് എല്ലാം തുറന്നിട്ട് കയറി വാടാ മക്കളെ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പുള്ളി കൊണ്ട് നിർത്തിയ PR ടീമിനകത്ത് നടത്തിയ ഈ ഇന്റർവ്യൂകളും പുള്ളിയെക്കുറിച്ചുള്ള കഥകളിലും എല്ലാം പുള്ളി ആരോ ഇക്കിളി ഇട്ട് ചിരിക്കുന്ന പോലെ ഹി അങ്ങനെ ഒരു ചിരി മാത്രമാണ് അദ്ദേഹത്തിന് ഭാഗത്ത്. പക്ഷെ VD സതീശന്റെ അങ്ങനെയല്ല. VD സതീശൻ ഷൗട്ട് ചെയ്യേണ്ടടുത്ത് അയാൾ ഷൗട്ട് ചെയ്യും, ഇനി അഥവാ ചിരിക്കേണ്ടടുത്ത് ചിരിക്കണം, പിന്നെ ശാസിക്കേണ്ടടുത്ത് ശാസിക്കും. അപ്പോൾ ആ രീതിയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്ത് യുവജനങ്ങളുടെ ഹൃദയം കവരാനായാൽ എല്ലാമായി, ബാക്കിയെല്ലാം അവർ നോക്കിക്കോളൂ. അല്ല, ഈ നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ ദുരന്തം എന്ന് പറയുന്നത് അവർക്ക് പുതിയ തലമുറ അഡ്രസ് ചെയ്യാൻ അറിഞ്ഞുകൂടാണ്. ഇവരിപ്പോഴും പ്രാക്തന കാലഘട്ടത്തിലെ ഓരോ രീതികളാണ് പെരുമാറ്റത്തിലും സംസാരത്തിലും പ്രവൃത്തികളും കാണിക്കുന്നത്. VD സതീശൻ അത് ട്രെൻഡ് മനസ്സിലാക്കി കഴിഞ്ഞു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകളൊക്കെ തന്നെ അവർ വിദ്യാർത്ഥിനിയാണെന്ന് തന്നെ, മകളൊക്കെ ആ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ അത് പറഞ്ഞു കൊടുക്കുമായിരിക്കും ഒരു പക്ഷേ. നമുക്ക് വലിയ ബൗദ്ധികന്മാരെയൊക്കെ വെച്ച് ഉപദേശിക്കാം ഒരുപാട് അത്തരം കാര്യങ്ങൾ. പക്ഷേ ഈ പുതിയ തലമുറ എങ്ങനെ ആകർഷിക്കുന്ന കാര്യം കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാം. ഈ 10 വർഷം പ്രതിപക്ഷത്തിരുന്നതിൻ്റെ ഒരു ഇതുകൂടെ. കാരണം ഈ 10 വർഷം പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഈ ഭരണപക്ഷത്തിരിക്കുന്നവരുടെ ഡിഫക്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് അദ്ദേഹത്തിന് പിടികിട്ടുണ്ട്. അതേ ബുദ്ധിമാനാണ്, മനസ്സിലായിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പ്ലസൻ്റ് ആയിരിക്കണം, നമ്മൾ ഇടപെടുമ്പോൾ ഒരു ഇതായിരിക്കണം, മാധ്യമങ്ങളോട് സൗഹൃദം. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ മാധ്യമങ്ങൾ ഇത്രയും കടന്നാക്രമിച്ചത്? ഒരിക്കലും മാധ്യമ സൗഹൃദ ആളായിരുന്നു. മാധ്യമങ്ങളുടെ ലാളനയേറ്റല്ല സഖാവ് പിണറായി വിജയൻ വളർന്നത് എന്നാണ് ഇവിടുത്തെ എല്ലാവരും മനസ്സിൽ. എന്നിട്ട് ഇപ്പോൾ അവർ ഓടി നടന്ന് പറയുന്നത് എന്തോ പിണറായി വിജയനെ മാധ്യമങ്ങൾ തോൽപ്പിച്ചു. പിണറായി വിജയനെ മാധ്യമങ്ങൾ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ സഖാക്കന്മാരോട് ഞാൻ ചോദിച്ചു, പിണറായി വിജയനെ മാധ്യമങ്ങൾ എങ്ങനെ തോൽപ്പിക്കുന്നത്? അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് സംഭവിച്ചത്. പിണറായി അപ്പം കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് കേട്ടാണോ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്? അപ്പം നമ്മളൊരു തെറ്റായ നറേഷൻ കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ അപ്പോൾ അത് തിരിച്ചറിയാൻ കഴിയാത്ത ആൾക്കാരാണോ? ഞാനിപ്പോൾ ചോദിച്ചു, 25,000 വോട്ടിനൊക്കെ 27,000 വോട്ടിന് G. സുധാകരൻ ജയിക്കുന്നു, PV കുഞ്ഞികൃഷ്ണൻ ജയിക്കുന്നു 25,000 വോട്ടിന്. ഇത്രയും വോട്ട് എവിടുന്ന് വന്നു? ഇവിടുത്തെ പിന്നെ നിങ്ങളുടെ സഖാക്കളൊക്കെ ഏതെങ്കിലും മാധ്യമം എഴുതി വിടുന്ന വായിച്ച് ഈ മാധ്യമങ്ങളുടെ ഈ തെറ്റായ നറേഷൻ വിശ്വസിച്ച് പോയി വോട്ട് ചെയ്യാൻ തക്ക വിഡ്ഢികളാണോ എന്ന് ചോദിച്ചിട്ട് സ്വാഭാവികം മാത്രം അതാണ്. എന്താണെങ്കിലും ഈ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ജനങ്ങളുടെ പൾസ് അറിയാം. ജനപ്രിയ തീരുമാനങ്ങൾ നരേന്ദ്രമോദിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെയുള്ള പരിപാടികളാണ്. നരേന്ദ്രമോദി പിന്നെ എന്താ മാധ്യമങ്ങളെ കാണത്തില്ലെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളെ കയ്യിലെടുക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായിട്ടറിയാം. അപ്പോൾ ആ ഒരു പിന്നെ അതിനുള്ള ഒരു നടപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അതൊന്നുമല്ല, അദ്ദേഹം ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത് തുടർന്ന് പോരും.
അല്ല, രസകരമായ കാര്യം നമ്മൾ ഓർക്കണം കെ.കരുണാകരൻ്റെ കാര്യമാണ്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വേറെ മുഖ്യമന്ത്രിയാണ് ഒരിക്കലും ഇല്ല. മാധ്യമ പെൻഷൻ പോലും പെൻഷൻ്റെ പിന്നിൽ ഇപ്പോൾ ഒരു കഥയുണ്ട്. പെൻഷൻ്റെ പട്ടിക കൊണ്ടുവരുമ്പോൾ പെൻഷൻ ആദ്യം ഒരു 30 വരെ കൊടുക്കണമല്ലോ, ഉദ്ഘാടനം നടക്കണമല്ലോ. കുറേ ഒരു പട്ടിക കൊണ്ടുവന്ന് കൊടുത്തു PRDക്കാർ. കെ.കരുണാകരനെ വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇതിലൊരു 5-6 പേരുടെ കുറവുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവർ ഞെട്ടിപ്പോയി. കാരണം കേരളം അരിച്ചു പറക്കിയാണ് അവർ എടുത്തത്. അപ്പോൾ ആരാന്ന് ചോദിച്ചപ്പം കരുണാകരൻ മേശക്കകത്തുനിന്ന് ലിസ്റ്റ് എടുത്തങ്ങ് കൊടുത്ത് അദ്ദേഹത്തെ ജീവിതകാലം മുഴുവൻ വിമർശിച്ചിരുന്ന 6 പ്രമുഖ മാധ്യമപ്രവർത്തകർ ഇവരോട് പെടുത്താൻ പറഞ്ഞ കൂട്ടത്തിൽ നിർബന്ധം ഒരു പെൻഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അതന്ന് എനിക്കൊന്ന് കെ ജയകുമാറായിരുന്നു അന്നത്തെ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു. അപ്പം ഈ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. പിന്നീട് ഒരു അപകടം ഉണ്ടായി. ഇതിന് സത്യത്തിൽ ഒരു നിയമമൊന്നുമില്ലായിരുന്നു. അതായത് ഒരു ആക്ട് ഇത് ഒരു തീരുമാനമോ ക്യാബിനറ്റ് തീരുമാനമോ ഒന്നും ഇല്ലാതാണ് ഈ സംഭവം കൊണ്ടുവരുന്നത്. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇപ്പൊ അത് ഒരു നാട്ടുനടപ്പല്ല, ഇപ്പൊ അതൊരു ഇതായി. തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയല്ല, ആദ്യം കേരളത്തിലാണ് തുടങ്ങിയത്, പിന്നെ മറ്റു സംസ്ഥാനങ്ങളെ ഏറ്റെടുത്ത്. അപ്പോൾ അതുപോലെ തന്നെ വിമർശിക്കുന്നവരോടൊത്ത് പോലും സ്നേഹത്തോടെ പെരുമാറാൻ, മാന്യതയോടെ പെരുമാറാൻ കെ.കരുണാകരനെ പോലെ അതിശക്തൻ നേതാവിനെ കഴിഞ്ഞിരുന്നു. സതീശനും പുതിയ തലമുറയെ കൂടി ആകർഷിക്കാൻ കണക്കാക്കിയുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു അപ്രോച്ച് ഒരു നല്ലൊരു. നമ്മൾ ഈ പെൻഷനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവരുന്ന മാധ്യമപ്രവർത്തകർക്കാണ്. ആണ് ക്ഷേമനിധിയുടെ മറ്റൊരു രൂപം. അതെ അതെ. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോഴും അത് മാധ്യമപ്രവർത്തകർക്ക് ഒരു വലിയ സഹായമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ ജനപ്രിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങളെ ചേർത്ത് നിർത്തുക. മാധ്യമങ്ങൾ എപ്പോഴും വിമർശിക്കും, പക്ഷേ എല്ലാം നെഗറ്റീവ് ആകരുതെന്നാണ് ഞാൻ പറയുന്നത്. മാധ്യമങ്ങൾ വിമർശിക്കുമ്പോൾ ആ മാധ്യമങ്ങളെ ശത്രുക്കളായിട്ട് കണ്ടതാണ് പിണറായി വിജയൻ്റെ കുഴപ്പം. അതെ. പക്ഷേ സതീശൻ്റെ കുഴപ്പം എന്താണ്? ഈ ശത്രുക്കളായിട്ട് വന്ന് കലിപ്പോടെ നിൽക്കുന്നവരെ തൻ്റെ ഒപ്പം ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്ലസ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വിജയവും.